ഡാർഷോ ഇന്ന് തുടർന്ന് വരികയാണ് എസ് എഫ് ഐ ഈ സമരത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ പറയുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ യശസ് തകർക്കാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കം, ഇന്നത്തെ പ്രതിഷേധം അത് VC-യുടെ റൂമിലേക്ക് തള്ളിക്കയറുന്നതിലേക്ക് നയിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ആ സമരത്തിൻ്റെ വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു? ഞങ്ങൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട സമരം 4 മാസത്തോളമായി ഞങ്ങൾ തുടർന്നു വരുന്നതാണ്. 2 ആഴ്ച മുൻപാണ് അനിശ്ചിതകാല സമരം സർവകലാശാല ആസ്ഥാനത്ത് പ്രഖ്യാപിച്ച് അനിശ്ചിതകാല സമരം ഒന്ന് 10 ദിവസം പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങളുടെ ഘട്ടത്തിലൊന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം, വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള ഏറ്റവും ഗൗരവകരമായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അത് ആരോഗ്യ സർവകലാശാലയിലാണെങ്കിലും കേരള സർവകലാശാലയിലാണെങ്കിലും 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ ചുമതലയുള്ള കക്ഷി സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയോ സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഒരു ഇടപെടലും നടത്തുന്നില്ല. എങ്ങനെയും സർവകലാശാലകൾ നശിച്ചോട്ടെ എന്ന താല്പര്യവുമായിട്ട് നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത ഒന്നാണ്. മുൻകാലങ്ങളിൽ ഒന്നും തന്നെ കേരളത്തിനകത്ത് നടന്നിട്ടില്ലാത്തൊരു കാര്യം, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർവകലാശാല യൂണിയനെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഇദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. ഇദ്ദേഹം ഏകപക്ഷീയമായി ചില സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെ പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന നിലയുണ്ടാകുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിന്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പൊ നിലവിൽ ഞങ്ങൾ സമരം കടുപ്പിക്കാൻ കാരണം ഈ അക്കാദമിക് ഇയർ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഫെബ്രുവരി മാസത്തി ഇനി പറഞ്ഞ പോലെ മാർച്ച് മാസം അവസാനത്തോടു കൂടി അക്കാദമിക് ഇയർ അവസാനിക്കും. ഇപ്പോ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങാനിരിക്കുന്ന 3-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുണ്ട്, 2-ാം വർഷ PG വിദ്യാർത്ഥികളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവരുടെ അവകാശമാണ് സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, അവർക്ക് അർഹിച്ച ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭ്യമാകുക എന്നുള്ളത്. ഇതൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് സർവകലാശാല കീഴിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നിഷേധിക്കുന്നു. സർവകലാശാല യൂണിയന്റെ പ്രവർത്തനങ്ങൾ, മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങൾ കേരള സർവകലാശാലയിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥി വിരുദ്ധതയും ഈ പറഞ്ഞ പോലെ കേരളത്തിലെ സർവകലാശാലകളുടെ ഏറ്റവും മനോഹരമായ അന്തരീക്ഷത്തെ ആകെ തകർത്ത് ഇവിടെ അക്കാദമിക പ്രവർത്തനങ്ങൾ വേണ്ട, മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങൾ വേണ്ട, സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങൾ വേണ്ട, ഏറ്റവും മികച്ച നിലയിലുള്ള കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുക എന്ന ഒറ്റ അജണ്ട ഇദ്ദേഹം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം. വരും ദിവസങ്ങളിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം നൽകുന്നില്ല. പക്ഷേ എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും തിരഞ്ഞെടുക്കപ്പെടാത്ത പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഈ ഭരണഘടന ഇത്തരം സർവകലാശാലകളിലേക്ക് കുത്തിത്തിരുകി കയറ്റാനും ശ്രമിക്കുന്നു. അത് നേരത്തെ മുൻ ഗവർണർ തുടങ്ങി വെച്ചതാണ്. അതെ, അതിന്റെ ഒരു തുടർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരുപാട് കേരളം ചർച്ച ചെയ്തതാണ്. ഈ പറഞ്ഞ ഇവർ ഈ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും ജനാധിപത്യപരമായി സർവകലാശാലയുടെ ഭരണസമിതികൾക്കകത്തേക്ക് എത്താൻ വേണ്ടി കഴിയില്ല എന്നുറപ്പുള്ള ആളുകളാണ്. അത്തരം ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും പിൻവാതിലൂടെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സർവകലാശാല യൂണിയൻ, ഇത്തവണത്തെ കേരള സർവകലാശാല യൂണിയന്റെ പ്രത്യേകത മുഴുവൻ ജനറൽ സീറ്റിലേക്കും പെൺകുട്ടികൾ മത്സരിച്ച് വിജയിച്ച ഒരു സർവകലാശാല യൂണിയൻ ആണെന്നുള്ള പ്രത്യേകത കൂടി കേരള സർവകലാശാല യൂണിയൻ ഇത്തവണയുണ്ട്. ആ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നില്ല, അവർ ചുമതല ഏൽക്കേണ്ടതില്ല, അവരുടെ പ്രവർത്തനങ്ങൾ വേണ്ട എന്ന സമീപനം. ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കഴിഞ്ഞാൽ ഈ സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങളും ജനാധിപത്യ വേദികളും ഉള്ള സർവകലാശാലകൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റിടങ്ങളിലൊക്കെ ഇപ്പോ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകളൊക്കെ യൂണിയൻ പ്രവർത്തനങ്ങളെയൊക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയിൽ ഇത്തരം ആളുകൾ ഇവർ സർവകലാശാലകളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, പിടിച്ചടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. അതിന്റെ തുടർച്ചയിൽ അവിടുത്തെ ജനാധിപത്യ വേദികളുടെ പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്യുന്നു. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരത്തിന് വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ആ സമര മുന്നണിയിലേക്ക് അണിനിരക്കണം എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും. കാരണം PM മാർഷോ, ഇത് കേവലമായ ഒരു കോൺഫ്ലിക്റ്റ് അല്ല. കാരണം എപ്പോഴും പാഠശാലകൾ അല്ലെങ്കിൽ കലാശാലകൾ, കലാലയങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അവിടെ പ്രതിഷേധിക്കാനും ഈ അനീതികൾക്കെതിരെ ഉയർകൊള്ളാനുമുള്ള കേവലം അക്ഷരാഭ്യാസം എന്നതിൽ ഒതുങ്ങാതെ വിദ്യാഭ്യാസം എന്ന സമഗ്രതയിലേക്ക് പോകാൻ പലപ്പോഴും കേരള സമൂഹത്തെ നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് താങ്കളുടെ പ്രസ്ഥാനം SFI. പക്ഷേ ഇവിടെ നോക്കൂ, ഇത്തരം കേരളത്തെപ്പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ വലിയൊരു വളർച്ച സാധ്യമാക്കുന്ന ഒരിടം നീതി ആയോഗ് പോലും അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വിവിധ ദേശീയ ഏജൻസികൾ പോലും അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, പ്രത്യേകിച്ച് കേരള സർവകലാശാല. അതിൻ്റെ യശസ് കെടുത്താൻ ശ്രമിക്കുകയാണ്. അവിടെ
ഇത് കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്ന നിസ്സംഗത, രാഷ്ട്രീയമായ നിസ്സംഗത മാത്രമല്ല, സംഘപരിവാറിനെ സഹായിക്കുന്ന നിലപാട്, യഥാർത്ഥത്തിൽ SFI സമരം ചെയ്യുന്നത് അതിനെതിരെ കൂടിയാണ് യഥാർത്ഥത്തിൽ, അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിന്റെ ഒപ്പമുള്ളത് ഇപ്പൊ അവരെ സഹായിക്കുക, മൗനം പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, അവര് കൃത്യമായ പിന്തുണ മോഹൻ കുന്നുമൽ കൂടെ നേരത്തെ എങ്ങനെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ കോൺഗ്രസും UDF-ഉം പിന്തുണ കൊടുത്തത് എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. എങ്ങനെയാണോ ഈ പറഞ്ഞ പോലെ എല്ലും കഷ്ണം വിട്ട് കോൺഗ്രസിനെയും UDF-നെയും ആരിഫ് മുഹമ്മദ് ഖാൻ വരുതിയിലാക്കിയത് എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. സമാനമായ നിലയിൽ മോഹൻ കുന്നുമലിനും എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇവരിതിന്റെ പക്ഷേ തമിഴ്നാട്ടിലും പഞ്ചാബിലും ഒക്കെ ഇത് അവർക്ക് കൺവിൻസിംഗ് ആണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് ഇത് കൺവിൻസിംഗ് അല്ല. കേരളത്തിൽ VD സതീശനും കെ സുധാകരനും നയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഇത് ബോധ്യപ്പെടും എന്ന് നമ്മൾ കരുതുന്നതിനകത്ത് തന്നെ വലിയ തമാശയുണ്ട്. അവരെ സംബന്ധിച്ച് ബോധ്യപ്പെടാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇത് സംഘപരിവാർ ഇതിൽ നിന്ന് എത്രത്തോളം ലാഭം കൊയ്താലും കുഴപ്പമില്ല, കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വേണ്ട, കേരളത്തിലെ സർക്കാർ വേണ്ട, കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ വേണ്ട, കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് വേണ്ട എന്ന് മാത്രം ചിന്തിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു നിലയ്ക്ക് അവരെ കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണ കൊടുത്തത്, സമാനമായ നിലയിൽ നിലവിൽ മോഹൻ കുന്നുമലിനും കോൺഗ്രസ് പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ അവരുടെ ഭാഗത്ത് മറിച്ചൊരു നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് കേരളത്തിലെ സർവകലാശാലകളുടെ സ്വഭാവത്തെ, കേരളത്തിലെ സർവകലാശാല യൂണിയനുകൾ നമുക്ക് അറിയാലോ, പോയകാല യൂണിയൻ പ്രവർത്തനങ്ങൾ ഏതെല്ലാം നിലയ്ക്കാണ് ഗൗരവത്തോടെ നാടിനോട് സംവദിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പൊ അതിനെ മുഴുവൻ നിഷേധിക്കുന്ന നിലയിലുള്ള ഇടപെടലാണ്. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ തുടരും. പക്ഷേ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ തുടരുമ്പോൾ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസത്തോട്, കേരളത്തോട് ഇങ്ങനെ നിരാസം കാണിക്കുന്ന ഒരു വിഭാഗത്തോടാണ് സമരം ചെയ്യുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ വളരെ സമ്പന്നമാണ്, ലോക നിലവാരത്തിലുള്ളതാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് പരിമിതികളുണ്ട്. അതിനെ കൂടി അതിജീവിച്ചാണ് കേരളം മുമ്പോട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ പ്രതിസന്ധിയിലാക്കി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് സമരം കൊണ്ട് മാത്രം അതിനെ അതിജീവിക്കാനാകുമോ ആർഷോ? എൻ്റെ ഒരു സംശയം മുമ്പോട്ട് വെച്ചാണ്. അതില് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നോട്ട് പോക്ക് ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്ന തുടർച്ചയായിട്ടുള്ള പ്രഖ്യാപനം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയിലാണല്ലോ സർവകലാശാല ആക്ടിൽ ഉൾപ്പെടെയുള്ള ഭേദഗതികൾ അതിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി ഗവർണർ തയ്യാറാകാതിരിക്കുകയും തുടർന്നത് രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ അയക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ തുടർച്ചയിൽ നമ്മൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കേണ്ടി വരികയൊക്കെ ചെയ്തതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും മികച്ച മുന്നോട്ട് പോക്കിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ നിയമ ഭേദഗതികൾ ഉൾപ്പെടെ അനുവദിക്കില്ല എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. കേരളത്തിന്റെ സർവകലാശാലകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറേണ്ടതില്ല, സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗമനപരമായ ഒരു ഇടപെടലും അനുവദിക്കില്ല എന്നൊക്കെയുള്ള വളരെ കൃത്യമായ നിലപാട്, രാഷ്ട്രീയ നിലപാട് RSSനുണ്ട്. എങ്ങനെയാണോ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് മാതൃകയായി മാറിയത്, സമാനമായ നിലയിൽ ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ വലിയ കോൺസെൻട്രേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ സമൂലമായ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള അതെ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് നടന്നു പൂർത്തീകരിച്ചാൽ ഒരു ഘട്ടത്തിൽ ഇപ്പൊ കേരളത്തിന് വരാനിരിക്കുന്ന തലമുറകളുടെ തലച്ചോറുകളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ RSSന്റെ പദ്ധതി. അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ കേരളത്തിനകത്ത് രൂപപ്പെടുമെന്നുള്ളതിനകത്ത് തർക്കമല്ല. അതിനെ സംഘപരിവാർ ഭയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ച എന്നുള്ളത്, വിദ്യാഭ്യാസ മേഖലയുടെ ആകെ തകർച്ച എന്നുള്ളത് സംഘപരിവാറിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ അവർ നടത്തും. അതിനെതിരായിട്ട് നമ്മളാൽ സാധ്യമാണ്. ഇപ്പൊ ഞങ്ങൾ സമരത്തോടൊപ്പം തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള അവകാശം അനുവദിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും ജനങ്ങളെയാകെ, വിദ്യാർത്ഥികളെയാകെ അണിനിരത്തിക്കൊണ്ട് നാടിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ശക്തമായി അത് മുന്നോട്ട് പോകും. തീർച്ചയായും. ഇത് കേവലം VCയുടെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ കേരള യൂണിവേഴ്സിറ്റി മാത്രം നടക്കുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ കടത്തുകയും ജനാധിപത്യ വിരുദ്ധതയിലൂടെ ആ മസ്തിഷ്കത്തെ, കേരളത്തിൻ്റെ ആ മസ്തിഷ്കത്തെ ഉടച്ചു കളയാനുള്ള സംഘപരിവാർ നീക്കത്തിനു എതിരെയുള്ള പ്രതിരോധം കൂടിയാണ് ഇന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും തുടരുന്ന സമരത്തിൻ്റെ ഈ വശങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നമ്മളോട് പങ്കുവച്ചത്.